ചോദിച്ചോ. ഈ ആസ്ട്രൽ വേൾഡിലെ ടൈമിന് വ്യത്യാസമുണ്ട്. ടൈമും സ്പേസും എല്ലാം വ്യത്യാസമാണ്. പ്രഷർ ഡിഫറൻസ് വരെ വ്യത്യാസം, എനർജി ലെവലിൽ വ്യത്യാസം, ഹീറ്റ് കോൾഡ് വ്യത്യാസമാണ്. എല്ലാം ഇവിടെ ഇരുന്ന് നമ്മുടെ ഈ ശരീരത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ടൈമിലും വ്യത്യാസമുണ്ട്. ടൈമും സ്പേസും ഭൂമിയിലെയും അവിടത്തെയും എൻ്റെ ഡിഫറെൻ്റാണ്. സ്പീഡ് ഹൈ സ്പീഡാണ്. കഴിഞ്ഞ ദിവസം ആസ്ട്രോ ട്രാവൽ ഒരു ചേച്ചി ചെയ്തു. ആ ചേച്ചി ഒരു പ്ലാനറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഭയങ്കര ഹൈ സ്പീഡ് പൊക്കരുന്നു. നമുക്ക് തന്നെ താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഓവർ സ്പീഡായിരുന്നു ഒരു പ്ലാനറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. പിന്നെ ചാടി പുറത്തേക്ക് വരുത്തിക്കും. ഒക്കെ വ്യത്യാസമുണ്ട്. ഈ റോക്കറ്റ് വിടണ മാതിരി തന്നെയത്. ഇതിൻ്റെ ഫ്യൂവലുണ്ടല്ലോ, ഓരോ സ്ഥലത്ത് ചിലപ്പോൾ ഇഗ്നേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറേ കൂടെ പോകുന്നത്. ചില സമയത്ത് ചിലപ്പോൾ കുണ്ടിച്ചാടും. കുണ്ടിച്ചാടിയ നെഗറ്റീവ് എനർജി ആയിരിക്കും, അവിടെ നിന്ന് ഉള്ളതൊക്കെ പോകും. അപ്പോൾ നമ്മൾ വേണം തള്ളി പുറത്തേക്ക് വിടാൻ. പോകുമെന്ന് പറഞ്ഞ് തട്ടി വിടണം. അപ്പോൾ എന്നിട്ടും അവിടെ എത്തിയില്ലെങ്കിൽ കിട്ടിയ എനർജി മുഴുവൻ വേസ്റ്റ് ആവും. മീൻസ് ഉള്ളതും കൂടി പോയി. പിന്നെ നമ്മൾ അവിടെ ചെന്ന് ബ്രഹ്മത്തിൽ ചെന്ന് റീചാർജ് ചെയ്യും. റീചാർജ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നോർമലാവുള്ളൂ. നല്ല ലോസായി. എനിക്ക് ഒരു ദിവസം 4 പേരിക്കുള്ള എക്സ്ട്രാ നടത്താൻ പറ്റില്ല, അത്രയുള്ള കപ്പാസിറ്റി ഉള്ളൂ. 4ാമത്തെ ചെയ്യുമ്പോഴേക്കും വണ്ടി സ്ലോ മോഷൻ ആവും. അത്ര എനർജി അവർ വലിക്കും ഈ പോണ ആള്. മാക്സിമം 4, അതേ കൂടുതൽ ചെയ്യില്ല. ഞാൻ ഉണ്ടാവണം. അതാണ് പ്രഷർ ഡിഫറൻസ്. എനർജി എല്ലാത്തിലും വ്യത്യാസമുണ്ട്. ഓരോ ഫേസിൽ ചെല്ലുമ്പോഴും വ്യത്യാസമുണ്ട്. ഓരോ 7 ലെയേഴ്സ് ചെല്ലുമ്പോഴും ഓരോ ലെയറിലും ഓരോ ടൈപ്പ് ഓഫ് എനർജിയാണ്. സ്പേസിൽ വ്യത്യാസം വരും. അതൊക്കെ അനുഭവിക്കാൻ പറ്റും, ഇല്ലേ?